ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ദേവു ഗൂഗിൾ. അപ്പോൾ ഒരു പർച്ചേസിങ് വീഡിയോ ആയാലോ. എൻ്റെ കസിൻ്റെ മാരേജാണ്, അതുപോലെ അവളുടെ വീടിൻ്റെ പാല് കാച്ചുമാണ്. അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇതല്ല കേട്ടോ ഇത് ജാക്സൺ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയാണ്. കുട്ടിയല്ല, ഒരു കുട്ടിയുടെ അച്ഛനാണ്, അത് വേറെ കാര്യം. ഞങ്ങൾ കൊല്ലത്തുള്ളൊരു ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് കുറച്ച് ഫേർണിച്ചേഴ്സും അതുപോലെ ഇലക്ട്രോണിക്കൽ ഐറ്റംസും ആയിരുന്നു വേണ്ടിയിരുന്നത്. പാലുകാച്ചും മാരേജും വരുന്നത് മെയ്യിലാണ്. ബട്ട് നേരത്തെ നോക്കി വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ കിടന്ന് ഓടണ്ടല്ലോ. അപ്പോൾ അവർ പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വലിഞ്ഞു കയറി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ബേബീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്രിഡ്ജായിരുന്നു കേട്ടോ അവൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആൾ, ജാസ്മിൻ എന്നാണ് പേര്. മെയിനായിട്ട് ഞാൻ അവരുടെ കൂടെ പോയതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡൊമിനോസ് പിസ്സ ഹട്ടിലേക്കായിരുന്നു, കൊല്ലത്ത് പോളയത്തോടുള്ളത്. അവിടുന്ന് പിസ്സയ്ക്കൊക്കെ ഓർഡർ കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വിനോ വിളിച്ചു. വിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മാരേജ് ചെയ്യാൻ പോണ പയ്യനാണ്. അവനിപ്പോൾ ഉള്ളത് സിംഗപ്പൂരാണ് കേട്ടോ. മെയിലാണ് മാരേജ്, സെയിം ആ മെയിൽ തന്നെയാണ് എനിക്ക് ഡെലിവറി ഡേറ്റ് വരുന്നത്. സോ എൻ്റെ കല്യാണം കൂടലൊക്കെ വെള്ളത്തിലാകുന്ന മട്ടാണ് ഉള്ളത്. അതേണ്ടേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പിസയൊക്കെ ആ ഒരു ടൈം ആയപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആൾ കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാശി ബേബീനെ ഞാൻ കൊണ്ടുപോയില്ല, കാര്യം കുഞ്ഞിനെ എടുത്തിട്ട് അത്രയും ദൂരം നടക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് ആയിട്ട് അതുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതേണ്ടേ ഞാൻ ഡോമിനോസിൽ നിന്ന് അങ്ങനെ പിസ്സ കഴിച്ചിട്ടില്ല. എനിക്ക് പിസ്സയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ബട്ട് എനിക്കിഷ്ടമായി. ഞങ്ങൾ ബാർബിക്യൂ പിസ്സ എന്തോ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.